അന്തിക്കാട് ജനമൈത്രി പോലീസിന്റെയും അന്തിക്കാട് പ്രസ് ക്ലബിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ സൗഹൃദ ഫുട്ബോൾ മത്സരം ജൂലൈ 5 ശനിയാഴ്ച കണ്ടശങ്കടവ് ജോസഫ് മുണ്ടശ്ശേരി ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ നടക്കും. MP CN ജയദേവൻ ഉദ്ഘാടനം ചെയ്യും. തൃശൂർ റൂറൽ SP N വിജയകുമാർ നയിക്കുന്ന ടീമിൽ ഇരിങ്ങാലക്കുട DYSP PA വർഗീസ്, ചേർപ്പ് CI C സുന്ദരൻ, അന്തിക്കാട് SI KA മൻസൂർ എന്നിവർ ബൂട്ടണിയും. അന്തിക്കാട് പ്രസ് ഫോറത്തിന്റെ മാധ്യമപ്രവർത്തകർ എതിർചേരിയിൽ അണിനിരക്കും. സൗഹൃദ ഫുട്ബോൾ മത്സരത്തിന് മുന്നായി മത്സര ഗ്രൗണ്ടിൽ സംഘടിപ്പിച്ച കാൽനാട്ട് ചടങ്ങിന്റെ ഉദ്ഘാടനം MLA PA മാധവൻ നിർവഹിച്ചു. TN പ്രതാപൻ MLA കാൽനാട്ടുകർമ്മം നിർവഹിച്ചു. ഇരിങ്ങാലക്കുട DYSP PA വർഗീസ് അധ്യക്ഷനായിരുന്നു. മണലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KV വിനോദൻ മുഖ്യ അതിഥിയായി. ജനപ്രതിനിധികളായ CG മോഹൻദാസ്, മുനീർ ഇടശ്ശേരി, PB സുരേഷ്, VN സുർജിത്ത്, TI ചാക്കോ, AJ ജയ്മോൻ, സജിത്ത് പാണ്ടാരിക്കൽ, SI KA മൻസൂർ തുടങ്ങിയവരും സംസാരിച്ചു. തുടർന്ന് നടന്ന പ്രദർശന മത്സരത്തിൽ ഇരുകൂട്ടരും ഓരോ ഗോൾ നേടി സമനില പാലിച്ചു. SNDP യോഗം ദേവമംഗലം ശാഖയുടെ ആഭിമുഖ്യത്തിൽ നേത്രദാന സമ്മതപത്ര സമർപ്പണവും ശാഖാ ഭാരവാഹികളായിരുന്ന VM സോമനും ശാരദാ സോമനും യാത്രയയപ്പും നൽകി. ഗുരുമന്ദിരത്തിൽ നടന്ന പരിപാടി SNDP യോഗം നാട്ടിക യൂണിയൻ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ തഷ്നാത്ത് ഉദ്ഘാടനം ചെയ്തു. നമ്മളെ സംബന്ധിച്ച് വളരെയധികം വലിയൊരു നഷ്ടം തന്നെയാണ് ഇവർ പോകുന്നു എന്ന് പറഞ്ഞാൽ. യൂണിയനെ സംബന്ധിച്ചായാലും ശാരദാച്ചി യൂണിയൻ്റെ വനിതാ സംഘത്തിൻ്റെ ട്രഷറാണ്. അതുപോലെ തന്നെ സോമേട്ടൻ ശാഖയിൽ നിറഞ്ഞു നിൽക്കുന്ന എല്ലാ കാര്യത്തിനും നമ്മളോട് ഒപ്പം ഉള്ള വ്യക്തിത്വമായിരുന്നു. നമുക്ക് അവരുടെ കൂടുതൽ മക്കളൊക്കെ വയസ്സാകുമ്പോൾ പറയുന്നത് കേൾക്കുന്നല്ല അല്ലേ, നമ്മൾ വിചാരിച്ചാലും ഇവിടെ നിൽക്കാണ്ട് അവരുടെ ആവശ്യത്തിനനുസരിച്ച് താമസിക്കേണ്ടതായിട്ട് വരും. അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റാത്ത ഒരവസ്ഥയാണ്. എന്ത് തന്നെയായാലും വളരെ നല്ല രീതിയിൽ യൂണിയനിൽ എപ്പോൾ ശാരദി വരുന്നുണ്ടെങ്കിൽ സോമേട്ടൻ അവിടെ എത്തിയിരിക്കും. കാരണം അത്രയും. ശാഖാ പ്രസിഡന്റ് AR രാംദാസ് അധ്യക്ഷത വഹിച്ചു. യൂണിയൻ സെക്രട്ടറി മോഹനൻ കണ്ണപ്പള്ളി ഉപഹാര സമർപ്പണം നിർവഹിച്ചു. അഡ്വക്കേറ്റ് AS ധീരജ് നേത്രദാന ബോധവൽക്കരണ ക്ലാസ് നടത്തി. നേത്രദാന സമിതി പ്രചാരകൻ TS കുമാരനെ ചടങ്ങിൽ ആദരിച്ചു. രാമകൃഷ്ണൻ കാരയിൽ, AV മല്ലിനാഥൻ, സത്യൻ കുറുട്ടി പറമ്പിൽ തുടങ്ങിയവരും സംസാരിച്ചു. ചൂലൂർ മുസ്ലിം മഹല്ല് റിലീഫ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ റംദാൻ കിറ്റ് വിതരണം നടത്തി. മഹല്ല് പ്രസിഡന്റ് ഹുസൈൻ മാസ്റ്റർ വിതരണോദ്ഘാടനം നിർവഹിച്ചു. സെക്രട്ടറി ഇസ്മായിൽ വലിയകത്ത്, അബ്ദുറഹ്മാൻ മാസ്റ്റർ, പഴമ്പുള്ളി അബ്ദുള്ള തുടങ്ങിയവരും സംസാരിച്ചു. ചളിങ്ങാട് നുസ്രത്തുൽ അനാം കമ്മിറ്റിയുടെ റമദാൻ കഞ്ഞി വിതരണം ആരംഭിച്ചു. ചളിങ്ങാട് സെന്ററിൽ നടന്ന ചടങ്ങിൽ ചളിങ്ങാട് മഹല്ല് ഖത്തീബ് KSIK തങ്ങൾ വിതരണം ഉദ്ഘാടനം ചെയ്തു. ചളിങ്ങാട് സെന്റർ ഖത്തീബ് റാഫി അൻവരി, നുസ്രത്തുൽ അനാം കമ്മിറ്റി പ്രസിഡന്റ് PMA ജബ്ബാർ, വാർഡ് മെമ്പർ PM അബ്ദുൽ മജീദ്, സെയ്ദ് മുഹമ്മദ്, അബ്ദുൽ ഖാദർ പുഴങ്കരിലെത്ത് തുടങ്ങിയവരും സംബന്ധിച്ചു. سيدنا محمد المختار وآله الأطهار وأصحابه الأخيار اللهم وفق بلغ صواب ما قرأنا ومن القرآن آمين واصلا ورحمة نازلا وبركة شاملا ورحمة منا أولا إلى حضرة النبي. കാക്കത്തുരുത്തി ബദർപള്ളി ഇസത്തുൽ ഇസ്ലാം മദ്രസ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന റംദാൻ കഞ്ഞി വിതരണം മഹല്ല് ഖത്തീബ് മുഹിയുദ്ദീൻ പെരുമറ്റം ഉദ്ഘാടനം ചെയ്തു. മഹല്ല് പ്രസിഡന്റ് ഹസൻ കുഞ്ഞി ഹാജി, സെക്രട്ടറി ഖാദർ ഇബ്രാഹിംകുട്ടി, ഹാരിസ് സിദ്ദിഖ് എന്നിവരും സംസാരിച്ചു. SNDP യോഗം 3077 നമ്പർ ശാഖയുടെ ആഭിമുഖ്യത്തിൽ പുസ്തക വിതരണം നടത്തി. SNDP യോഗം നാട്ടിക യൂണിയൻ വൈസ് പ്രസിഡന്റ് PV സുദീപ് കുമാർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം ഇവിടെ ഹാളിൽ നമുക്ക് ഇരിക്കാൻ സ്ഥലമില്ല. ഇന്നലെ നമ്മൾ പോയവർക്ക് കാണാം എന്തൊരു വലിപ്പമുള്ള ഹാളാണ്. 200 പേർക്ക് ഇരിക്കാവുന്ന മനോഹരമായ ഗുരുമന്ദിരമാണ് കൈപ്പോലം ബീച്ച് ശാഖയിൽ വന്നത്. ഇവിടെ നമുക്ക് 100 പേർക്ക് ഇരിക്കാൻ തന്നെ നമുക്ക് സൗകര്യമില്ല. നമുക്കെല്ലാം അവസരമുണ്ട്. ഇങ്ങോട്ട് നമുക്ക് എടുത്തു കഴിഞ്ഞാൽ രണ്ട് ഭാഗത്തേക്കും ഇരിക്കുകയാണെങ്കിൽ നമുക്ക് 100-200 പേർക്ക് ഇരിക്കാവുന്ന സൗകര്യമുള്ള തറ ഇവിടെ നമ്മൾ കെട്ടിയിട്ടുണ്ട്. പക്ഷെ നമുക്കത് അങ്ങോട്ട് പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ നേരത്തെ പ്രസിഡന്റ് പറഞ്ഞ പോലെ തന്നെ എന്തെങ്കിലും ചെറിയ പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ മിക്കവാറും മാസത്തിൽ ഒരു പ്രാവശ്യം എക്സിക്യൂട്ടീവ് കൂടാറുണ്ട്, കമ്മിറ്റി കൂടാറുണ്ട്, മൈക്രോ ഫിനാൻസ് കൺസ്യൂമർ മീറ്റിംഗ് കൂടാറുണ്ട്. അത്തരം സന്ദർഭങ്ങളിൽ നമ്മെ സംബന്ധിച്ചോളം ഇവിടെ പൂർണ്ണമായും ജനാധിപത്യമായ രീതിയിലാണ് നമ്മുടെ സംഘടന മുന്നോട്ട് പോകുന്നത്. ശാഖാ പ്രസിഡന്റ് PG രാജീവ് അധ്യക്ഷനായി.
ജയന്തൻ പുത്തൂര്, സന്തോഷ്, സുരേഷ് കൊച്ചുവീട്ടിൽ തുടങ്ങിയവരും സംസാരിച്ചു. വീണ്ടും പ്രധാന വാർത്തകൾ. പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്ന എല്ലാ വിദ്യാഭ്യാസ ആനുകൂല്യങ്ങളും മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്കും ലഭ്യമാക്കുമെന്ന് മന്ത്രി കെ ബാബു. പുരിക്കുഴിയിൽ കാർ അടിച്ചു തകർത്ത കേസിൽ 3 പേർ അറസ്റ്റിൽ. TSDA സിൽവർ ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായുള്ള ജില്ലാതല ഓപ്പൺ ചെസ് മത്സരം ആരംഭിച്ചു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.